നിങ്ങൾക്കറിയാമോ, വെറും 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുമെന്ന്? അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, ഭാഗ്യം കൊണ്ടുമല്ല, നിങ്ങളുടെ സ്വന്തം കൈകളാലാണ് അത് സാധ്യമാകുന്നത്. ഒരു മാസം അത്രയേ വേണ്ടൂ നിങ്ങളുടെ ഗിയറുകൾ മാറ്റാൻ, നിങ്ങളുടെ ശീലങ്ങളെ പുനഃക്രമീകരിക്കാൻ, വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ട ആ ഊർജം വീണ്ടെടുക്കാൻ. ധാരാളം ആളുകൾ വർഷങ്ങളോളം കാത്തിരിക്കുന്നു ഒരു മികച്ച നിമിഷത്തിനായി, പ്രചോദനം മാന്ത്രികമായി പ്രത്യക്ഷപ്പെടുന്നതിനായി. എന്നാൽ വിജയം കാത്തിരിക്കുന്നില്ല, വളർച്ച നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നില്ല, നിങ്ങൾ അതിനെ പിന്തുടരാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് സത്യം. പരിവർത്തനം എന്നത് വിദൂരവും സങ്കീർണവുമായ ഒരു യാത്രയല്ല. അത് ഓരോ ദിവസവും ചെറിയ സ്ഥിരമായ പ്രവൃത്തികളിലൂടെ കെട്ടിപ്പടുക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അറിയേണ്ടതില്ല, നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല. അടുത്ത 30 ദിവസത്തേക്ക് എല്ലാ ദിവസവും മുന്നോട്ടു വരാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനായാൽ മാത്രം മതി. അത്രയുള്ളൂ. നിങ്ങളിവിടെ പഴയതുപോലെ തുടരാനല്ല, നിങ്ങളുടെ ഉള്ളിൽ എന്തോ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിവിടെയുള്ളത്. നിങ്ങളുടെ ഒരു മികച്ച പതിപ്പ് കാത്തിരിക്കുന്നു. പക്ഷേ അത് വെറും ആഗ്രഹങ്ങളിലൂടെ വരില്ല, അത് വ്യക്തതയിലൂടെ, അച്ചടക്കത്തിലൂടെ, പ്രവൃത്തിയിലൂടെ വരും. ഈ ഒരു മാസത്തെ വിജയപദ്ധതി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെക്കുറിച്ചല്ല, ഓരോ ദിവസവും ലക്ഷ്യത്തോടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. 30 ദിവസത്തിനുള്ളിൽ ശക്തമായ ശീലങ്ങളോടെ, മൂർച്ചയുള്ള ശ്രദ്ധയോടെ, നിങ്ങളിൽ ആഴത്തിലുള്ള വിശ്വാസത്തോടെ ഉണരുന്നത് സങ്കൽപ്പിക്കുക. അതൊരു സ്വപ്നമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾ എന്നോടൊപ്പം നിൽക്കുക. കേവലം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തവും തെളിയിക്കപ്പെട്ടതുമായ ഒരു പദ്ധതി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നമുക്ക് തുടങ്ങാം. 1. പുതിയ നിങ്ങളെ നിർവചിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെത്തന്നെ കാണുന്ന രീതി മാറ്റണം. അവിടെയാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളിലല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ്. നിങ്ങൾ ഇപ്പോഴും പഴയ അതേ വ്യക്തിയായി, അതേ ശീലങ്ങളോടെ, അതേ ചിന്താഗതിയോടെ, അതേ പരിമിതികളോടെയാണ് നിങ്ങളെത്തന്നെ കാണുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിജയപദ്ധതി പോലും തകരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ വ്യക്തതയോടെ തുടങ്ങുന്നു. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് മെച്ചപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വിജയിക്കണം എന്ന പോലുള്ള അവ്യക്തമായ ലക്ഷ്യങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് വ്യക്തവും ഉജ്ജ്വലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ വ്യക്തിത്വമാറ്റങ്ങളെക്കുറിച്ചാണ്. എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു അച്ചടക്കമുള്ള വ്യക്തിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശുദ്ധമായ ഭക്ഷണം കഴിക്കുകയും ഊർജ്ജസ്വലമായി ചലിക്കുകയും മടികൂടാതെ ധീരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അത് പറയുക, എഴുതിവെക്കുക, നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായി കാണുക. അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാകുന്നതുവരെ. നിങ്ങളല്ലാത്ത ഒരാളായി അഭിനയിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്. ഒഴികഴിവുകൾക്കും ഭയങ്ങൾക്കും ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾക്കും കീഴിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ പതിപ്പിനെ കണ്ടെത്താനുള്ളതാണ് ഇത്. സാധ്യത ഇതിനകം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളത് അവകാശപ്പെടുത്താൻ കാത്തിരിക്കുകയാണ്. ഇന്നുമുതൽ എല്ലാ ദിവസവും നിങ്ങൾ പുതിയ നിങ്ങളായി പ്രവർത്തിക്കും. അതായത്, അലാറം അടിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണം. ഒരു വെല്ലുവിളി വരുമ്പോൾ നിങ്ങൾ അതിനെ നേരിടണം. പഴയ ശീലങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരാകാൻ തീരുമാനിച്ചുവെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അടുത്ത 30 ദിവസങ്ങൾ വെറും കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ ആയിത്തീരുന്നതിനെക്കുറിച്ചാണ്. കൂടുതൽ മൂർച്ചയുള്ളവരായി, കൂടുതൽ ശ്രദ്ധയുള്ളവരായി, കൂടുതൽ ലക്ഷ്യബോധമുള്ളവരായി. ഇതൊരു പരീക്ഷണ ഓട്ടമല്ല, ഇതൊരു പരിവർത്തനമാണ്. നിങ്ങളെടുക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലൂടെയും നിങ്ങളുടെ വ്യക്തിത്വം മാറ്റിയെഴുതുകയാണ്. അതുകൊണ്ട് പുതിയ നിങ്ങളെ നിർവചിക്കുക, വ്യക്തമാക്കുക, ധീരനാകുക, ആവശ്യമെങ്കിൽ ഉറക്കെ പറയുക. കാരണം നിങ്ങൾ ആരാകുന്നുവെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഓരോ ചുവടും ലളിതമാകും. നിങ്ങളുടെ ഊർജ്ജം ഒത്തുചേരും, നിങ്ങളുടെ ശ്രദ്ധ മൂർച്ച കൂട്ടും, നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. ഇതാണ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നീക്കം. ഇതുകൂടാതെ നിങ്ങൾ വെറുതെ അലഞ്ഞുതിരിയുകയായിരിക്കും. എന്നാൽ ഇതുണ്ടെങ്കിൽ ശക്തിയും ലക്ഷ്യവും ദിശാബോധവുമുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുക, അത് പ്രഖ്യാപിക്കുക, എന്നിട്ട് അടുത്ത 30 ദിവസങ്ങൾ അത് തെളിയിക്കാൻ അനുവദിക്കുക. 2. പഴയ ശീലങ്ങൾ ഇല്ലാതാക്കുക. പഴയ ശീലങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയില്ല. കളകൾ നിറഞ്ഞ മണ്ണിൽ ഒരു പുതിയ പൂന്തോട്ടം നടാൻ ശ്രമിക്കുന്നതുപോലെയാണത്. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും പഴയ പാറ്റേണുകൾ നിങ്ങളുടെ പുരോഗതിയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അവയെ നീക്കം ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ 30 ദിവസത്തെ പരിവർത്തനത്തിൽ നിങ്ങൾ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടത്. എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങളുടെ ഊർജ്ജത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ശീലങ്ങൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ നിങ്ങളുടെ മണിക്കൂറുകൾ മോഷ്ടിക്കുന്ന നിരന്തരമായ സ്ക്രോളിംഗ് ആകാമത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ദിവസം വൈകി തുടങ്ങാൻ പ്രേരിപ്പിക്കുന്ന സ്നൂസ് ബട്ടണാകാം. അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ, നെഗറ്റീവ് സ്വയം സംഭാഷണം, മടി. നിങ്ങൾക്കെന്താണെന്ന് ആഴത്തിൽ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ചോദ്യം ഇതാണ്, അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മാറ്റത്തിന് ഒരു ശുദ്ധമായ അടിത്തറ ആവശ്യമാണ്. നിങ്ങളുടെ പഴയ ദിനചര്യകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയെ നവീകരിക്കാൻ കഴിയില്ല. നിങ്ങളായിത്തീരുന്ന വ്യക്തിക്ക്
അനുയോജ്യമല്ലാത്തവയുമായി ബന്ധം വിച്ഛേദിക്കണം. അതെ, ഇത് അസ്വസ്ഥതയുണ്ടാക്കും. പഴയ ശീലങ്ങൾ സുഖപ്രദമായ കെണികൾ പോലെയാണ്. അവ പരിചിതമാണ്, അവ തിരികെ പോരാടുന്നില്ല. പക്ഷേ അവ നിങ്ങളെ വളരാനും അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ പരിവർത്തനം വേണമെങ്കിൽ നിങ്ങൾ നിഷ്കരുണമായിരിക്കണം. ലളിതമായി തുടങ്ങുക. നിങ്ങളെ വ്യക്തമായി പിന്നോട്ട് വലിക്കുന്ന 3 ശീലങ്ങൾ തിരിച്ചറിയുക. അവ എഴുതിവെക്കുക. സത്യസന്ധനാകുക. എന്നിട്ട് ഓരോന്നിനെയും നിങ്ങളെ ശാക്തീകരിക്കുന്ന എന്തെങ്കിലും കൊണ്ട് മാറ്റിസ്ഥാപിക്കുക. സ്ക്രോളിംഗ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഭക്ഷണം നൽകുന്ന എന്തെങ്കിലും വായിക്കുക. രാത്രി വൈകുന്നത് പ്രശ്നമാണെങ്കിൽ ഒരു ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിനചര്യ ഉണ്ടാക്കി അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വെറുതെ മോശം ശീലങ്ങൾ ഇല്ലാതാക്കുകയല്ല, മികച്ചവയ്ക്ക് ഇടം നൽകുകയാണ്. ഇതാണ് രഹസ്യം. നിങ്ങളൊരു പഴയ പാറ്റേൺ തകർക്കുന്ന നിമിഷം ഒരു തവണയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. നിങ്ങൾ നിയന്ത്രണത്തിലാണെന്ന് സ്വയം തെളിയിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, നിങ്ങളുടെ ഭൂതകാലമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളല്ല, നിങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ആ ഒരു ചെറിയ വിജയം അടുത്തതിലേക്കുള്ള ഇന്ധനമായി മാറുന്നു. താമസിയാതെ നിങ്ങൾക്ക് ഊർജ്ജം ലഭിക്കും. ദിവസേന ആ തിരഞ്ഞെടുപ്പുകൾ വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ശക്തനായും കൂടുതൽ ശ്രദ്ധയുള്ളവനായും കൂടുതൽ ജീവനുള്ളവനായും തോന്നിത്തുടങ്ങുന്നു. പക്ഷേ മികച്ച സമയത്തിനായി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്തവ ഉപേക്ഷിക്കാനുള്ള ശരിയായ സമയം ഇപ്പോഴാണ്. നിങ്ങളുടെ മോശം ശീലങ്ങളുമായി വിലപേശരുത്. അവയെ ന്യായീകരിക്കരുത്. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമായി അവ യോജിക്കുന്നില്ലെങ്കിൽ അവ പോകണം. അത്രയുള്ളൂ. ഇത് പൂർണ്ണനാകുന്നതിനെക്കുറിച്ചല്ലെന്നോർക്കുക, ഇത് ലക്ഷ്യബോധമുള്ളവനായിരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ വിനാശകരമായ എന്തെങ്കിലും ഒഴിവാക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളോട് നിങ്ങൾ പറയുകയാണ്, ഈ തവണ ഞാൻ ഗൗരവത്തിലാണ്. ലോകത്തോടും അതിലുപരി നിങ്ങളോടും നിങ്ങൾ അടുത്ത തലത്തിലേക്ക് തയ്യാറാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ആദ്യത്തെ വെട്ടൽ നടത്തുക. നിങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നതെല്ലാം തകർക്കുക. നിങ്ങൾ നിങ്ങളുടെ പഴയ പാറ്റേണുകളല്ല, നിങ്ങൾ പുതിയ ഒരാളായി മാറുകയാണ്. പക്ഷേ പൂർണ്ണമായി ഉയരാൻ നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കുക. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. 3. നിങ്ങളുടെ ദൈനംദിന രൂപരേഖ രൂപകൽപ്പന ചെയ്യുക. വിജയം യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല, അത് രൂപകൽപ്പനയിലൂടെ സംഭവിക്കുന്നു. അടുത്ത 30 ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പദ്ധതി ആവശ്യമാണ്. നിങ്ങളുടെ അടിത്തറയായി വർത്തിക്കുന്ന ഒരു ദൈനംദിന രൂപരേഖ. ഒരു വീട് പണിയുന്നത് പോലെയാണിത്. ശക്തമായ ഒരു രൂപരേഖയില്ലാതെ നിങ്ങൾ ദിവസം മുഴുവൻ ഊഹിച്ചും പ്രതികരിച്ചും സൃഷ്ടിക്കാതെയും മുന്നോട്ടു പോകുകയാണ്. അവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. അവർ ലക്ഷ്യമില്ലാതെ ഉണരുന്നു, മണിക്കൂറുകളിലൂടെ ഒഴുകി നീങ്ങുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഒന്നും മാറാത്തതെന്ന് ആശ്ചര്യപ്പെടുന്നു. അത് ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു മികച്ച ജീവിതം ആരംഭിക്കുന്നത് മികച്ച ദിവസങ്ങളിലൂടെയാണ്. മികച്ച ദിവസങ്ങൾ ആരംഭിക്കുന്നത് വ്യക്തമായ ദിനചര്യയിലൂടെയാണ്. ഇത് നിങ്ങൾക്ക് ഒരെണ്ണം നിർമ്മിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് 50 കാര്യങ്ങൾ നിറഞ്ഞ ഒരു ഷെഡ്യൂൾ ആവശ്യമില്ല. നിങ്ങൾക്ക് ഘടന ആവശ്യമാണ്. നിങ്ങൾക്ക് വ്യക്തത ആവശ്യമാണ്. നിങ്ങൾ മുന്നോട്ട് വരാൻ തോന്നാത്ത ദിവസങ്ങളിൽ പോലും നിങ്ങളെ നിലനിർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്ന ചില കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ പ്രഭാതത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ ഉണരുന്നതിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ അത് ദിവസത്തിലെ ഏറ്റവും ശക്തമായ സമയമാണ്. അത് വിവേകപൂർവ്വം ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുകയാണോ? ശക്തമായ എന്തെങ്കിലും വായിക്കുകയാണോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുകയാണോ? അല്ലെങ്കിൽ വെറുതെ നിശബ്ദമായി ഇരിക്കുകയാണോ? നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഫോണോ പഴയ ശീലങ്ങളോ ദിവസത്തിന്റെ താളം നിശ്ചയിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ അത് നിശ്ചയിക്കുക. എന്നിട്ട് നിങ്ങളുടെ ദിവസത്തിന്റെ ഒഴുക്ക് നിർമ്മിക്കുക. എപ്പോഴാണ് നിങ്ങൾ ജോലി ചെയ്യുക? എപ്പോഴാണ് നിങ്ങൾ റീചാർജ് ചെയ്യുക? എപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുക? അത് ഭാഗ്യത്തിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ സമയം ബ്ലോക്ക് ചെയ്യുക. കാരണം അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അത് പ്രധാനമാണെങ്കിൽ അതിന് നിങ്ങളുടെ കലണ്ടറിൽ ഒരു സ്ഥാനം ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് വെറും ബഹളമാണ്. ഒടുവിൽ നിങ്ങളുടെ ദിവസം ലക്ഷ്യബോധത്തോടെ അവസാനിപ്പിക്കുക. ധാരാളം ആളുകൾ നാളെ ഞാൻ നന്നായി ചെയ്യും എന്ന് പറഞ്ഞ് ഖേദത്തോടെ ഉറങ്ങാൻ പോകുന്നു. ആ ചക്രം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളെ ശാന്തമാക്കാനും നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാനും അടുത്ത ദിവസം വിജയിക്കാൻ തയ്യാറെടുക്കാനും സഹായിക്കുന്ന ഒരു രാത്രികാല ദിനചര്യ ഉണ്ടാക്കുക. ഒരു ലളിതമായ 10 മിനിറ്റ് അവലോകനം. എന്താണ് പ്രവർത്തിച്ചത്? എന്താണ് പ്രവർത്തിക്കാത്തത്? നിങ്ങൾ എന്താണ് മെച്ചപ്പെടുത്തുക? നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. ഇതൊരു റോബോട്ടിനെ പോലെ ആകുന്നതിനെക്കുറിച്ചല്ല, ഇത് യോജിപ്പുള്ളവനായിരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ അപ്പോഴാണ് ജീവിതം മുന്നോട്ടു പോകാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഊഹിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ ഒഴുകി നീങ്ങുന്നത് നിർത്തുന്നു. നിങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു. ഓരോ ദിവസവും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നതുപോലെ തോന്നിത്തുടങ്ങും, അല്ലാതെ ഒരു വൃത്തത്തിൽ കറങ്ങുന്നതുപോലെയല്ല. അതുകൊണ്ട് ഒരു പേനയെടുത്ത് വരയ്ക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ലളിതമാക്കുക, ശക്തമാക്കുക. ഏറ്റവും പ്രധാനമായി സ്ഥിരത പുലർത്തുക. കാരണം ആവർത്തനം താളമുണ്ടാക്കുന്നു, താളം ഫലങ്ങളുണ്ടാക്കുന്നു. നിങ്ങൾ ആരാകുന്നുവെന്ന് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചു. ഇപ്പോൾ ആ വ്യക്തിക്ക് പിന്തുടരാൻ ഒരു ഉറച്ച പദ്ധതി നൽകുക. 1 മാസത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലക്ഷ്യബോധമുള്ള ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ദിശയും മാറ്റാൻ കഴിയും. ഘടനയ്ക്കായി കാത്തിരിക്കരുത്, അത് സൃഷ്ടിക്കുക. നിങ്ങളുടെ വിജയത്തിനുള്ള രൂപരേഖ ഇന്ന് ആരംഭിക്കുന്നു.
4. തകർക്കാനാവാത്ത അച്ചടക്കം കെട്ടിപ്പടുക്കുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രചോദനം മാത്രം പോരാ, പ്രചോദനം വരികയും പോകുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് തോന്നും, മിക്ക ദിവസങ്ങളിലും തോന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ എന്തെങ്കിലും വേണ്ടത്. അച്ചടക്കം. നിങ്ങളുടെ വികാരങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബദ്ധതയെ ഒരുമിച്ച് നിർത്തുന്ന പേശിയാണ് അച്ചടക്കം. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞാനിത് ചെയ്യുകയാണ് എന്ന് പറയുന്ന ശബ്ദമാണത്. അച്ചടക്കം എന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾ ഓരോ തീരുമാനത്തിലൂടെയും ഓരോ കഠിനമായ തിരഞ്ഞെടുപ്പിലൂടെയും കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അസൗകര്യമാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ അടിത്തറയിൽ മറ്റൊരു ഇഷ്ടിക നിങ്ങൾ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മാറുന്നു. നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ഫലങ്ങൾ. ഇപ്പോൾ സത്യസന്ധമായിരിക്കാം, അച്ചടക്കം കെട്ടിപ്പടുക്കുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രതിരോധം നേരിടേണ്ടിവരും. ആ ഉള്ളിലെ ശബ്ദം നിങ്ങളെ ഒഴികഴിവുകൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കും. നിങ്ങളത് നേടാത്തപ്പോൾ വിശ്രമിക്കാൻ അത് നിങ്ങളോട് പറയും. നിങ്ങൾ വാഗ്ദാനം ചെയ്തത് വൈകിപ്പിക്കാൻ ഈ ഒരു തവണ മാത്രം വഴങ്ങാൻ. എന്നാൽ ഓരോ തവണയും നിങ്ങൾ ആ ശബ്ദത്തിനെതിരെ പോരാടുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തനാകുകയാണ്. കാര്യങ്ങൾ എളുപ്പമുള്ളപ്പോഴല്ല, നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് അച്ചടക്കം രൂപപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ എന്തുവില കൊടുത്തും ചെയ്യേണ്ട ഒരു കാര്യം തെരഞ്ഞെടുക്കുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ പുതിയ ഉണർവ് സമയം പാലിക്കുന്നതാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വ്യായാമം പൂർത്തിയാക്കുന്നതാകാം. ഒരുപക്ഷെ 30 മിനിറ്റ് എഴുതുന്നതാകാം. നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നുന്നതുവരെ കാത്തിരിക്കരുത്. നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ സ്വന്തം വിശ്വാസം നേടുന്നത്. ഇതാണ് രഹസ്യം. അച്ചടക്കം സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നു. മിക്ക ആളുകളും അച്ചടക്കം നിയന്ത്രിതമാണെന്ന് കരുതുന്നു. അത് നേരെ വിപരീതമാണ്. നിങ്ങൾ അച്ചടക്കമുള്ളവനാകുമ്പോൾ നിങ്ങൾ സമയം പാഴാക്കുന്നില്ല, കുറ്റബോധവുമായി മല്ലിടുന്നില്ല, സ്വയം സംശയിക്കുന്നില്ല. നിങ്ങൾ വ്യക്തതയോടെ നീങ്ങുന്നു, മടികൂടാതെ പ്രവർത്തിക്കുന്നു. ദിവസം മുഴുവൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചുവെന്നറിഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങുന്നു. നിങ്ങൾ കൂടുതൽ അച്ചടക്കമുള്ളവനാകുമ്പോൾ ഇച്ഛാശക്തിയെ ആശ്രയിക്കുന്നത് കുറയും. അത് യാന്ത്രികമായി മാറും. നിങ്ങൾ മടിയുമായി വിലപേശുന്നത് നിർത്തുന്നു. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിർത്തുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ചല്ല, ഒരു നിലവാരമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ നിലവാരം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉയർത്താൻ തുടങ്ങുന്നു. അതുകൊണ്ട് സ്വയം ചോദിക്കുക, അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ തകർക്കാനാവാത്ത അച്ചടക്കത്തോടെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ സ്വയം ഒരു വാഗ്ദാനം നൽകുകയും അത് പാലിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? കുറുക്കുവഴികളില്ലാതെ, ഒഴികഴിവുകളില്ലാതെ, വെറും യഥാർത്ഥ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രവൃത്തി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിതിനകം കഴിവുണ്ട്. നിങ്ങളത് ദിവസവും തെളിയിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഏറ്റവും കഴിവുള്ളവനാകേണ്ടതില്ല, നിങ്ങൾ ഏറ്റവും പ്രതിബദ്ധതയുള്ളവനായാൽ മതി. അതാണ് അച്ചടക്കം. അത് ആകർഷകമല്ല, എളുപ്പമല്ല, പക്ഷേ അതെല്ലായ്പ്പോഴും വിലപ്പെട്ടതാണ്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവെന്നും തമ്മിലുള്ള പാലമാണ് അച്ചടക്കം. ഇന്ന് നിങ്ങൾ അതിലൂടെ ആദ്യത്തെ ചുവടുവെക്കുന്നു. മുന്നോട്ടു വരിക, ജോലി തുടരുക. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തകർക്കാനാവാത്ത എന്തോ ഒന്ന് കെട്ടിപ്പടുത്തുവെന്ന് മനസ്സിലാകും. 5. നിങ്ങളുടെ ശരീരത്തിന് ഇന്ധനം നൽകുക, നിങ്ങളുടെ മനസ്സിനെ മൂർച്ച കൂട്ടുക. നിങ്ങളുടെ ഊർജം തീർന്നുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം ക്ഷീണിതവും അവഗണിക്കപ്പെട്ടതുമാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ചിന്തിക്കാനോ ധീരമായി പ്രവർത്തിക്കാനോ അച്ചടക്കം പാലിക്കാനോ കഴിയില്ല. നിങ്ങളുടെ മനസ്സും ശരീരവും വേർപെട്ടതല്ല, അവ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക വ്യക്തത, വൈകാരിക ശക്തി, മൊത്തത്തിലുള്ള പ്രകടനം എന്നിവ കുതിച്ചുയരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന് ഇന്ധനം നൽകുന്നത് നിങ്ങളുടെ 30 ദിവസത്തെ വിജയപദ്ധതിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായിരിക്കണം. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്താണ് ഉൾപ്പെടുത്തുന്നത് എന്നത് പ്രധാനമാണ്. ഓരോ കഷണം ഭക്ഷണവും നിങ്ങൾക്ക് ഊർജം നൽകുകയോ അല്ലെങ്കിൽ അത് മോഷ്ടിക്കുകയോ ചെയ്യും. നിങ്ങൾ ജങ്ക് ഫുഡും സംസ്കരിച്ച പഞ്ചസാരയും ഫാസ്റ്റ് ഫുഡും കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ തലച്ചോറിന് മങ്ങൽ തോന്നുകയും നിങ്ങളുടെ മാനസികാവസ്ഥ തകരുകയും നിങ്ങളുടെ പ്രചോദനം അപ്രത്യക്ഷമാകുകയും ചെയ്യുമ്പോൾ ആശ്ചര്യപ്പെടരുത്. ഒരു ചാമ്പ്യനെപ്പോലെ ഇന്ധനം നിറയ്ക്കുക, വിജയിക്കാൻ ഭക്ഷണം കഴിക്കുക. ഹോൾ ഫുഡ്സ്, ശുദ്ധമായ വെള്ളം, സമീകൃതാഹാരം. ഇതൊരു ഫാഷൻ ഡയറ്റിനെക്കുറിച്ചല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളെ വഹിക്കുന്ന യന്ത്രത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. പിന്നെ ചലനം. നിങ്ങളുടെ ശരീരം ചലിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്, ദിവസവും മണിക്കൂറുകളോളം ഇരിക്കാനല്ല. നിങ്ങൾക്കൊരു ഫാൻസി ജിമ്മോ സങ്കീർണമായ വ്യായാമങ്ങളോ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ഥിരത ആവശ്യമാണ്. ഒരു നടത്തം, ഒരു സ്ട്രെച്ച്, ഒരു ചെറിയ ശക്തി പരിശീലനം നിങ്ങളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുക. ചലനം നിങ്ങളുടെ മാനസികാവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയെ മൂർച്ച കൂട്ടുന്നു. നിങ്ങൾ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നു. വ്യായാമം വെറും ശാരീരികക്ഷമതയ്ക്കുള്ളതല്ല, അത് മാനസികാധിപത്യത്തിനുള്ളതാണ്. ഉറക്കം. അതെ, ഉറക്കം ഈ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യാനും നിങ്ങളുടെ വിശ്രമം അവഗണിക്കാനും കഴിയില്ല. അത് കഠിനാധ്വാനമല്ല, അത് സ്വയം നശിപ്പിക്കലാണ്. ഉറക്കം ഒരു ആഡംബരമല്ല,
അത് ഇന്ധനമാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ പ്രോസസ്സ് ചെയ്യുകയും നന്നാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ശ്രദ്ധ വേണോ? കൂടുതൽ ക്ഷമ വേണോ? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് പ്രതികരിക്കണോ? എങ്കിൽ നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ ഉറക്കത്തെ സംരക്ഷിക്കുക. കാരണം അത് അങ്ങനെയാണ്. നിശബ്ദതയുടെ ശക്തിയെ അവഗണിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് ഇന്ധനം നൽകുക എന്നതിനർത്ഥം നിങ്ങളുടെ മനസ്സിന് ശ്വാസമെടുക്കാൻ സമയം നൽകുക എന്നതാണ്. കുറച്ച് നിമിഷത്തെ നിശബ്ദത, ഒരു ദീർഘശ്വാസം, നിങ്ങളുടെ ഫോൺ ഇല്ലാത്തൊരു ചെറിയ നടത്തം. ഈ ചെറിയ റീസെറ്റുകൾ നിങ്ങളെ മാനസികമായി മൂർച്ചയുള്ളവനായും വൈകാരികമായി നിലയുറപ്പിച്ചവനായും നിലനിർത്തുന്നു. വ്യക്തത കണ്ടെത്തുന്നത് അരാജകത്വത്തിലല്ല, അത് ശാന്തതയിലാണ്. ഇപ്പോൾ 30 ദിവസത്തേക്ക് ഇതെല്ലാം സ്ഥിരമായി ചെയ്യുന്നത് സങ്കൽപ്പിക്കുക. ശുദ്ധമായ ഇന്ധനം, ദൈനംദിന ചലനം, ആഴത്തിലുള്ള വിശ്രമം, നിശബ്ദ നിമിഷങ്ങൾ. നിങ്ങളുടെ ഊർജ്ജമുയർന്നതും നിങ്ങളുടെ ചിന്തകൾ വ്യക്തവും നിങ്ങളുടെ ശരീരം ശക്തവുമാകുമ്പോൾ മുന്നോട്ടുവരുന്ന നിങ്ങളുടെ പതിപ്പ് സങ്കൽപ്പിക്കുക. ആ പതിപ്പ് മടിക്കുന്നില്ല, ആ പതിപ്പ് ഒഴികഴിവുകൾ പറയുന്നില്ല, ആ പതിപ്പ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ എഞ്ചിനാണ്. നിങ്ങളത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഈ പദ്ധതിയിലെ മറ്റൊന്നും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അതിനെ ഗൗരവമായി കാണുക. നിങ്ങളുടെ ശരീരത്തെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുക. കാരണം അതങ്ങനെയാണ്. നിങ്ങൾ അതിന് ശരിയായ ഇന്ധനം നൽകുമ്പോൾ നിങ്ങൾക്ക് വളരെക്കാലമായി നഷ്ടപ്പെട്ട മാനസിക ശക്തിയുടെയും വ്യക്തതയുടെയും ഒരു നില നിങ്ങൾ അൺലോക്ക് ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് അതിനെ നേരിടാൻ ഉയരും. ഇന്നു മുതൽ അത് നിങ്ങളുടെ നിലവാരമായിരിക്കട്ടെ. 6. ലക്ഷ്യങ്ങളെ ദൈനംദിന ലക്ഷ്യങ്ങളാക്കി മാറ്റുക. വലിയ ലക്ഷ്യങ്ങൾ ആവേശകരമായി തോന്നാം, പക്ഷേ അവ ഭയപ്പെടുത്തുന്നതുമാകാം. എനിക്ക് ഫിറ്റാകണം, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം മാറ്റിമറിക്കണം എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ അവിടെ നിർത്തിയാൽ ലക്ഷ്യമൊരു ഫാന്റസിയായി, വിദൂരവും അവ്യക്തവും എത്തിച്ചേരാനാവാത്തതുമായി തുടരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ദൈനംദിന ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നതിലാണ് യഥാർത്ഥ ശക്തി. ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്ന ചെറിയ, വ്യക്തമായ പ്രത്യേക പ്രവൃത്തികൾ. ഇങ്ങനെ ചിന്തിക്കുക: ഒരു ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനമാണ്, പക്ഷേ ദൈനംദിന ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ചുവടുകളാണ്. ഇന്ന് നിങ്ങൾക്ക് പർവ്വതം കീഴടക്കേണ്ടതില്ല, നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത ചുവട് വച്ചാൽ മാത്രം മതി. നിങ്ങളിതിനെ ഇങ്ങനെ വിഭജിക്കുമ്പോൾ പുരോഗതി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായി മാറുന്നു. നിങ്ങൾ വലിയ കുതിച്ചുചാട്ടങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിർത്തുന്നു, സ്ഥിരമായി മുന്നോട്ടു പോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം ശരീരഭാരം കുറയ്ക്കുകയാണെന്ന് കരുതുക. അതാണ് വലിയ ചിത്രം. പക്ഷേ നിങ്ങളുടെ ദൈനംദിന ലക്ഷ്യങ്ങൾ ഒരു ഗാലൻ വെള്ളം കുടിക്കുക, 30 മിനിറ്റ് നടക്കുക, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക എന്നിവയാകാം. നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാം, അളക്കാം. ഏറ്റവും പ്രധാനമായി എല്ലാ ദിവസവും അത് നേടാൻ കഴിയും. സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും കഴിവ് വികസിപ്പിക്കുന്നതിനും ചിന്താഗതി വളർത്തുന്നതിനും ഇത് ബാധകമാണ്. നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെന്തും ഇന്ന് നിങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുന്ന ഭാഗങ്ങളായി വിഭജിക്കുക. ഇത് 2 ശക്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നാമതായി, ഇത് ഊർജ്ജമുണ്ടാക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ നിങ്ങൾ ആത്മാഭിമാനം വളർത്തുന്നു. കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. രണ്ടാമതായി, ഇത് ആശയക്കുഴപ്പം ഇല്ലാതാക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഉണരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകം അറിയാം. ഇപ്പോൾ നിങ്ങളത് നടപ്പിലാക്കുക മാത്രം ചെയ്താൽ മതി. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നടപ്പിലാക്കുന്നതിലൂടെയാണ്, ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതിലൂടെയല്ല, അവയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിലൂടെയല്ല, മറിച്ച് ഫലങ്ങൾ ദൃശ്യമാകുന്നതുവരെ ദിവസവും വിരസമായ ആവശ്യമായ ജോലി ചെയ്യുന്നതിലൂടെയാണ്. വിജയിക്കുന്ന ആളുകൾ വെറുതെ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരല്ല, അവർ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ ദൈനംദിന പ്രതിബദ്ധതയുടെ പേശികളെ വളർത്തുന്നു. അവർ അറിയാതെ തന്നെ മിക്ക ആളുകളും സംസാരിക്കുക മാത്രം ചെയ്യുന്ന ഒരു ജീവിതം അവർ സൃഷ്ടിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ പ്രധാന ലക്ഷ്യം അതെന്തായാലും 2-3 ദൈനംദിന പ്രവൃത്തികളായി വിഭജിക്കുക. അവയെ വളരെ വ്യക്തമാക്കുക, വിലപേശലിന് ഇടമില്ലാതെ. നിങ്ങളത് ചെയ്തോ ഇല്ലയോ? ഓരോ ദിവസവും അവസാനം നിങ്ങളുടെ സ്കോർ ബോർഡ് പരിശോധിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയോ? ഇല്ലെങ്കിൽ ക്രമീകരിക്കുക. അതെങ്കിൽ മറ്റൊരു വിജയം നേടുക. ഈ പ്രക്രിയ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശീലിപ്പിക്കുന്നു. ഇത് നിങ്ങളെ വർത്തമാനകാലത്ത് നിലനിർത്തുന്നു, ഭാവി കെട്ടിപ്പടുക്കുമ്പോൾ. ഈ 30 ദിവസത്തെ പദ്ധതിയിലെ ഓരോ ദിവസവും ഉൽപ്പാദനക്ഷമമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് വലിയ മാറ്റം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും. കാരണം വിജയം പെട്ടെന്നുള്ളതല്ല, അത് അടുക്കിവെച്ചതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ദൈനംദിന ലക്ഷ്യങ്ങളാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ ആ ലക്ഷ്യങ്ങൾ നേടുക. കാരണം പലതരത്തിലും അതങ്ങനെയാണ്. അങ്ങനെയാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത്, ഒരു ദിവസം എന്നല്ല, ഇന്ന് ഓരോ വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലക്ഷ്യത്തിലൂടെയും. 7. വേദനയെ ഒരു പ്രചോദനമായി ഉപയോഗിക്കുക. വേദന നിങ്ങളുടെ ശത്രുവല്ല, വാസ്തവത്തിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയായിരിക്കാം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ. മിക്ക ആളുകളും വേദനയിൽ നിന്ന് ഓടിപ്പോകുന്നു. അവർ അതിനെ മരവിപ്പിക്കുന്നു, ഒഴിവാക്കുന്നു, നിഷേധിക്കുന്നു. പക്ഷേ ഇതാണ് സത്യം: നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന വേദന നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
അത് നിങ്ങളെ ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങളെ മികച്ചതിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത് നിർത്തി അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മാത്രം മതി. എന്തെങ്കിലും ക്രമത്തിലല്ലാത്തപ്പോൾ വേദന പ്രത്യക്ഷപ്പെടുന്നു. ഒരുപക്ഷെ അത് പാഴാക്കിയ സമയത്തിന്റെ വേദനയാകാം, കുടുങ്ങിക്കിടക്കുന്നതിന്റെ നിരാശയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്നറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഖേദമാകാം. അത് ഏതു രൂപത്തിലായാലും ആ വേദന ഒരു സൂചനയാണ്. അത് നിങ്ങളോട് പറയുകയാണ്, ഉണരുക, നിങ്ങളിൽ ഇനിയും ഒരുപാടുണ്ട്. നിങ്ങളത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇന്ധനമായി മാറുന്നു. ഓരോ വലിയ പരിവർത്തനവും അസ്വസ്ഥതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, സുഖത്തിൽ നിന്നല്ല, എളുപ്പത്തിൽ നിന്നല്ല, മറിച്ച് നിങ്ങളൊടുവിൽ എനിക്ക് മടുത്തു എന്ന് പറയുന്ന ഒരു സത്യത്തിന്റെ നിമിഷത്തിൽ നിന്നാണ്. നിങ്ങളുടെ നെഞ്ചിലെ ആ തീ, നിങ്ങളുടെ തൊണ്ടയിലെ ആ കല്ല്, ആ ഉറക്കമില്ലാത്ത രാത്രി, അത് ബലഹീനതയല്ല, അത് മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അതിലേക്ക് ചായുകയാണെങ്കിൽ എല്ലാം മാറുന്നു. എന്തുകൊണ്ടാണിതെനിക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുക. പോകേണ്ട ഒരു മോശം ശീലം വേദന നിങ്ങളെ കാണിക്കുകയാണോ? നിങ്ങൾ അവഗണിച്ച ഒരു അതിർവരമ്പ് അത് ചൂണ്ടിക്കാണിക്കുകയാണോ? പിന്തുടരാൻ നിങ്ങൾ ഭയപ്പെട്ട ഒരു സ്വപ്നം അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണോ? അതെന്തായാലും അതുപയോഗിക്കുക. അത് നിങ്ങളെ തകർക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളെ കെട്ടിപ്പടുക്കാൻ അനുവദിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തരായ ചില ആളുകൾ ഉയർന്നുവന്നത് ജീവിതം എളുപ്പമായിരുന്നതുകൊണ്ടല്ല, അവർ തങ്ങളുടെ വേദനയെ ഒരു ഉത്തേജനമായി ഉപയോഗിച്ചതുകൊണ്ടാണ്. അവർ തിരസ്കരണത്തെ ഡ്രൈവാക്കി മാറ്റി, നഷ്ടത്തെ വിശപ്പാക്കി മാറ്റി, നാണക്കേടിനെ ശ്രദ്ധയാക്കി മാറ്റി. നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. ഈ 30 ദിവസത്തെ യാത്രയിൽ വേദന പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ക്ഷീണിതനാകും. പഴയ ശീലങ്ങളുടെ ആകർഷണം നിങ്ങൾക്ക് അനുഭവപ്പെടും. മാറ്റം വിലപ്പെട്ടതാണോ എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യും. ആ നിമിഷങ്ങളിൽ തകരരുത്, പിന്മാറരുത്, ആ തീയിലേക്ക് കടക്കുക. നിങ്ങൾ എന്തിനാണ് തുടങ്ങിയതെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അത് നിങ്ങളെ കൂടുതൽ കഠിനമായി പ്രേരിപ്പിക്കട്ടെ. ആ വേദന നിങ്ങളെ തടയാനല്ല, നിങ്ങളെ മൂർച്ച കൂട്ടാനാണ്. നിങ്ങൾക്കൊരു മികച്ച പദ്ധതി ആവശ്യമില്ല, നിങ്ങൾക്ക് ശക്തമായ ഒരു കാരണം ആവശ്യമാണ്. വേദനയെപ്പോലെ ഒരു കാരണം മറ്റൊന്നും നൽകുന്നില്ല. അത് നിങ്ങൾക്ക് അടിയന്തരത നൽകുന്നു, അത് നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു, അത് നിങ്ങൾക്ക് ഊർജം നൽകുന്നു. അതിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തി അതിനെ ചാനൽ ചെയ്യുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് അടുത്ത തവണ വേദന പ്രത്യക്ഷപ്പെടുമ്പോൾ ചുരുങ്ങരുത്, തലയുയർത്തി നിൽക്കുക. അത് നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, അത് നിങ്ങളെ മുന്നോട്ട് തള്ളിവിടട്ടെ. നിങ്ങളിവിടെ സുഖമായിരിക്കാനല്ല, നിങ്ങൾക്ക് തകർക്കാനാവാത്തവനാകാനാണ്. നിങ്ങൾ വേദനയെ ലക്ഷ്യബോധമാക്കി മാറ്റുന്ന ഓരോ അംശവും ഒന്നും നിങ്ങളെ തടയാൻ കഴിയില്ല എന്നതിന് തെളിവായി മാറുന്നു. കഠിനമായ ദിവസങ്ങൾ പോലും, പ്രത്യേകിച്ച് കഠിനമായ ദിവസങ്ങൾ. 8. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിഷ്കരുണം ഒഴിവാക്കുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് അശ്രദ്ധമായിരിക്കാൻ കഴിയില്ല. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങളുടെ നിശബ്ദ കൊലയാളികളാണ്. അവ നിങ്ങളുടെ പുരോഗതിയെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നില്ല, അവ അതിനെ കഷണങ്ങളായി മോഷ്ടിക്കുന്നു. ഇവിടെ കുറച്ച് മിനിറ്റ്, അവിടെ 1 മണിക്കൂർ, പെട്ടെന്ന് നിങ്ങളുടെ ദിവസം കഴിഞ്ഞു. നിങ്ങളുടെ ഊർജം ചിതറിപ്പോയി, നിങ്ങളുടെ കാഴ്ച മങ്ങി. ഏറ്റവും മോശം ഭാഗം, അത് സംഭവിക്കുന്നത് നിങ്ങൾ പലപ്പോഴും അറിയുന്നില്ല എന്നതാണ്. അത്രയും സൂക്ഷ്മമാണ് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ നിഷ്കരുണമായിരിക്കണം. തെരഞ്ഞെടുപ്പുള്ളവരായിരിക്കരുത്, നിഷ്കരുണമായിരിക്കണം. എന്തെങ്കിലും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ അതിൽ നിന്ന് അകറ്റുകയാണ്. അത്രയേയുള്ളൂ. അതിൽ സോഷ്യൽ മീഡിയ, അമിതമായി TV കാണൽ, ലക്ഷ്യമില്ലാത്ത സ്ക്രോളിംഗ് പോലുള്ള വ്യക്തമായ സമയം പാഴാക്കുന്നവ മാത്രമല്ല ഉൾപ്പെടുന്നത്. ചിലപ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഉൽപ്പാദനക്ഷമതയുടെ വേഷം ധരിക്കും. തിരക്കുള്ളതായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യവുമായി യഥാർത്ഥത്തിൽ യോജിക്കാത്തവ. നിങ്ങളൊരു ഇൻവെന്ററി എടുക്കണം. നിങ്ങളുടെ സമയം എവിടെ പോകുന്നു? നിങ്ങളുടെ ശ്രദ്ധ എവിടെ ചോർന്നു പോകുന്നു? ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒഴുക്കിനെ നിരന്തരം തടസ്സപ്പെടുത്തുന്നത്? അവരെ തിരിച്ചറിയുക, എഴുതിവെക്കുക. എന്നിട്ട് അവയെ വെട്ടിക്കുറയ്ക്കാനോ പരിമിതപ്പെടുത്താനോ പുനഃക്രമീകരിക്കാനോ തീരുമാനിക്കുക. ഈ 30 ദിവസത്തെ പദ്ധതി നിങ്ങളുടെ സമയത്തോട് മര്യാദ കാണിക്കുന്നതിനെക്കുറിച്ചല്ല, അത് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ്. അറിയിപ്പുകൾ ഓഫ് ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യുക. നിങ്ങളുടെ ഊർജം ചോർത്തുന്ന ആളുകളോട് ഇല്ല എന്ന് പറയേണ്ടി വന്നാൽ അത് ചെയ്യുക. ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുകയോ നിങ്ങളുടെ ചുറ്റുപാട് മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം തിരികെ വാങ്ങാൻ നേരത്തെ ഉണരുകയോ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യുക. നിങ്ങളുടെ ഭാവി വളരെ പ്രധാനമാണ്. അത് കാര്യക്ഷമമല്ലാത്ത കാര്യങ്ങളിൽ കളയാൻ കഴിയില്ല. ശ്രദ്ധ തെറ്റിക്കുന്നത് സമയത്തെക്കുറിച്ചല്ല, അത് ദിശയെക്കുറിച്ചാണ്. ഓരോ തവണയും നിങ്ങൾ ശ്രദ്ധ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ യോജിപ്പ് നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കുന്നു. നിങ്ങൾ ഒഴുകി നീങ്ങുന്നു. ഒഴുകി നീങ്ങുന്നതിലെ അപകടം എന്തെന്നാൽ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതുവരെ അത് നിരുപദ്രവകരമായി തോന്നുന്നു എന്നതാണ്. മറുവശത്ത് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് കൂടുതൽ സന്നിഹിതനാണെന്ന് തോന്നുന്നു. നിങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു. അത് ആത്മവിശ്വാസം വളർത്തുന്നു. യഥാർത്ഥ ആത്മവിശ്വാസം പ്രചാരണത്തിൽ നിന്നല്ല, നിങ്ങളുടെ സ്വന്തം സമയത്തിന്റെയും ഊർജത്തിന്റെയും നിയന്ത്രണം നിങ്ങൾക്കാണെന്ന് അറിയുന്നതിൽ നിന്നാണ്. നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്: ഈ സമയം നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല.
നിങ്ങൾ പാഴാക്കുന്ന ഓരോ മണിക്കൂറും നിങ്ങളുടെ സ്വപ്നം കെട്ടിപ്പടുക്കാനോ നിങ്ങളുടെ കഴിവുകൾ മൂർച്ച കൂട്ടാനോ നിങ്ങളുടെ ഭാവിയിൽ നിക്ഷേപിക്കാനോ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെ പവിത്രമായി സംരക്ഷിക്കുക. കാരണം അതങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായ എന്തോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ശബ്ദം മങ്ങുന്നു, സമ്മർദ്ദം കുറയുന്നു, പുരോഗതി സ്ഥിരമാകുന്നു. നിങ്ങൾ ഇതിനകം ഇത്രയും ദൂരമെത്തി. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തെ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. മുറുക്കുക, അലങ്കോലങ്ങൾ നീക്കം ചെയ്യുക, നിങ്ങളുടെ ശ്രദ്ധ വീണ്ടെടുക്കുക. വ്യക്തത കണ്ടെത്തുന്നത് അരാജകത്വമുള്ള ജീവിതത്തിലല്ല, ശ്രദ്ധ കേന്ദ്രീകരിച്ച ജീവിതത്തിലാണെന്ന് ഓർക്കുക. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതം എത്ര വേഗത്തിൽ മാറാൻ തുടങ്ങുമെന്ന് നിങ്ങൾ ഞെട്ടിപ്പോകും. 9. നിങ്ങളുടെ ചിന്താഗതിക്ക് ചുറ്റും ഒരു മതിൽ കെട്ടുക. നിങ്ങളുടെ മനസ്സ് സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും ആക്രമിക്കപ്പെടും. ഓരോ ദിവസവും നിങ്ങൾ ശബ്ദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നെഗറ്റീവിറ്റിക്കും സംശയങ്ങൾക്കും വിധേയരാകുന്നു. അതിൽ ചിലത് മറ്റുള്ളവരിൽ നിന്നും അതിൽ ഭൂരിഭാഗവും ഉള്ളിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്താഗതി ഒരു കോട്ട പോലെ സംരക്ഷിക്കപ്പെടേണ്ടത്. നിങ്ങൾക്ക് മികച്ച ശീലങ്ങൾ കെട്ടിപ്പടുക്കാനും മികച്ച ദിനചര്യ പിന്തുടരാനും മികച്ച ആളുകളുമായി അടുത്തിടപഴകാനും കഴിയും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വിള്ളലുകളുണ്ടെങ്കിൽ സമ്മർദ്ദം അതിലൂടെ കടന്നുവന്ന് നിങ്ങളെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വലിച്ചിടും. നിങ്ങളുടെ മാനസിക ചുറ്റുപാടിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ ഏറ്റെടുക്കണം. അതായത് നിങ്ങൾ എന്ത് അനുവദിക്കുന്നു എന്ന് തിരഞ്ഞെടുക്കുക. ഓരോ വാക്കും, ഓരോ സംഭാഷണവും, ഓരോ ഉള്ളടക്കവും. കാരണം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്തു നൽകുന്നുവോ അത് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നതെന്തോ അത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ തലയിൽ പ്രചോദനമാണോ അതോ പരിമിതിയാണോ നിറയ്ക്കുന്നത്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതോ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിലും സ്വയം സംശയത്തിലും നിങ്ങൾ മുങ്ങിപ്പോകുകയാണോ? ഓരോ ചിന്തയും നിങ്ങളുടെ അടിത്തറയെ ശക്തിപ്പെടുത്തുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നു. നിങ്ങൾ ലക്ഷ്യബോധമുള്ളവനായിരിക്കണം, നിങ്ങൾ അച്ചടക്കമുള്ളവനായിരിക്കണം, നിങ്ങൾ ആ മതിൽ കെട്ടണം. ഇതിനർത്ഥം തണുത്തവനാകുകയോ അടഞ്ഞവനാകുകയോ എന്നല്ല. ഇതിനർത്ഥം നിങ്ങളുടെ ഇൻപുട്ട് ഫിൽട്ടർ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ എന്തിനാണ് ലഭിക്കുന്നത് എന്നതിൽ തെരഞ്ഞെടുപ്പുള്ളവനായിരിക്കുക. ആരെങ്കിലും നിരന്തരം നെഗറ്റീവാണെങ്കിൽ, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടമുണ്ടാക്കണം. നിങ്ങളെ ഭയവും ആശയക്കുഴപ്പവും അരക്ഷിതാവസ്ഥയും നിറയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള സമയമായി. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ശക്തിയാണ്. അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്വയം സംഭാഷണത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ തലയിലെ ആ ശബ്ദം, അത് പ്രധാനമാണ്. ഞാൻ അത്ര നല്ലവനല്ല, ഇത് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ എന്തിനാണിത് എന്ന് നിങ്ങൾ സ്വയം പറയുമ്പോഴെല്ലാം നിർത്തുക. അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ വെല്ലുവിളിക്കുക, അതിനെ മാറ്റിസ്ഥാപിക്കുക. നിങ്ങളുടെ മനസ്സിനെ സംശയങ്ങളുടെ കളിക്കളമാകാൻ നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. ജീവിതം സംസാരിക്കുക, വിശ്വാസം സംസാരിക്കുക, സാധ്യത സംസാരിക്കുക. കാരണം നിങ്ങൾ ആവർത്തിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ രൂപരേഖയായി മാറുന്നു. നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ പ്രവൃത്തികളുടെ പിന്നിലെ എഞ്ചിനാണ്. നിങ്ങളുടെ മനസ്സ് ദുർബലമാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും അതിജീവിക്കില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ, അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും വ്യക്തവും തകർക്കാനാവാത്തതുമാണെങ്കിൽ ഒന്നും നിങ്ങളെ തടയാൻ കഴിയില്ല. കാലതാമസമോ വിമർശകരോ പരാജയമോ ഇല്ല. കാരണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരാണെന്നറിയുമ്പോൾ പുറം ലോകത്തിന് നിങ്ങളുടെ മേലുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങളുടെ ചിന്താഗതിയെയെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ സംരക്ഷിക്കുക. കാരണം അതങ്ങനെയാണ്. ലക്ഷ്യബോധത്തോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. നിങ്ങളെ മൂർച്ച കൂട്ടുന്ന എന്തെങ്കിലും വായിക്കുക. നിങ്ങളെ ഉയർത്തുന്ന വാക്കുകൾ കേൾക്കുക. നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന സത്യങ്ങൾ പറയുക. നെഗറ്റിവിറ്റി കടന്നുവരാൻ ശ്രമിക്കുമ്പോൾ വാതിൽ അടയ്ക്കുക. ഈ ലോകം നിങ്ങളെ എപ്പോഴും പരീക്ഷിക്കും. പക്ഷേ നിങ്ങളുടെ ചിന്താഗതി ശക്തിപ്പെടുത്തിയാൽ നിങ്ങൾ വളയുകയോ തകരുകയോ ചെയ്യില്ല. നിങ്ങൾ കേന്ദ്രീകൃതനായി തുടരും. അപ്പോഴാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത്. ജീവിതം എളുപ്പമാകുമ്പോഴല്ല, നിങ്ങളുടെ മനസ്സ് ശക്തമാകുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മനസ്സനുവദിക്കുന്ന കാര്യങ്ങൾക്കുള്ള നിങ്ങളുടെ നിലവാരം ഉയർത്തുക. ആ മാനസിക മതിൽ ഉയർത്തുക, വീതി കൂട്ടുക, ഉറപ്പുള്ളതാക്കുക. കാരണം നിങ്ങളുടെ ചിന്താഗതി തകർക്കാനാവാത്തതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തടസ്സമില്ലാത്തതായി മാറും. 10. ട്രാക്ക് ചെയ്യുക, പ്രതിഫലിക്കുക, ക്രമീകരിക്കുക. തങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണിത്. അവർ മുന്നോട്ടു പോകുന്നു, പക്ഷേ അവർ അളക്കുന്നില്ല. അവർ മുന്നോട്ട് തള്ളുന്നു, പക്ഷേ അവർ ഒരിക്കലും നിർത്തുന്നില്ല. അവർ തിരക്കിലാണ്, പക്ഷേ അവർ ഒരിക്കലും ചോദിക്കുന്നില്ല, ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കണം. ആവശ്യമനുസരിച്ച് നിങ്ങളുടെ പാത ക്രമീകരിക്കണം. ഇതുകൂടാതെ നിങ്ങൾ വെറുതെ ഊഹിക്കുകയാണ്. ഊഹിക്കൽ വിജയത്തിനുള്ള ഒരു തന്ത്രമല്ല. ട്രാക്കിംഗ് നിങ്ങളെ സത്യസന്ധനാക്കുന്നു. അത് പ്രയത്നത്തിന്റെ മിഥ്യാബോധം നീക്കം ചെയ്യുകയും തെളിവുകൾ നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ അക്കങ്ങൾ കള്ളം പറയില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഉണർന്നു,
നിങ്ങളുടെ ദൈനംദിന ലക്ഷ്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയോ? നിങ്ങളുടെ പ്രതിബദ്ധതകൾ നിങ്ങൾ പാലിച്ചോ? അതോ വികാരങ്ങളെ ഭരിക്കാൻ അനുവദിച്ചോ? നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ അവ്യക്തമായ വികാരങ്ങളെ കൃത്യമായ വസ്തുതകളാക്കി മാറ്റുന്നു. ആ വ്യക്തത നിങ്ങൾക്ക് ശക്തി നൽകുന്നു. പ്രതിഫലനം അത്രയും പ്രധാനമാണ്. എല്ലാ ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ പിന്നോട്ട് നോക്കാനെടുക്കുക. നിങ്ങൾ എന്താണ് നന്നായി ചെയ്തത്? എന്താണ് മെച്ചപ്പെടുത്തേണ്ടത്? എവിടെയാണ് നിങ്ങൾ വിജയിച്ചത്? എവിടെയാണ് നിങ്ങൾ വഴുതിപ്പോയത്? ഇത് വിധി പറയുന്നതിനെക്കുറിച്ചല്ല, ഇത് അവബോധത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയില്ല. പ്രതിഫലനം അനുഭവത്തെ വിജ്ഞാനമാക്കി മാറ്റുന്നു. ദിവസത്തിലെ തിരക്കിൽ പാഠങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു. എന്നാൽ ട്രാക്കിംഗും പ്രതിഫലനവും മാത്രം പോരാ, നിങ്ങൾ ക്രമീകരിക്കണം. എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളത് മെച്ചപ്പെടുത്തുക. ഒരുപക്ഷേ നിങ്ങളുടെ ദിനചര്യയിൽ ഒരു മാറ്റം ആവശ്യമായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകൾ മാറേണ്ടി വന്നേക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ തന്ത്രം ഉറച്ചതാണ്, പക്ഷേ നിങ്ങളുടെ അച്ചടക്കം മുറുക്കണം. അതെന്തായാലും നിങ്ങളുടെ സമീപനത്തിൽ വഴക്കമുള്ളവനായിരിക്കുക, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. കാഴ്ചപ്പാടിൽ പ്രതിജ്ഞാബദ്ധനായിരിക്കുക, പക്ഷേ എങ്ങനെ അവിടെ എത്തണമെന്നതിനെക്കുറിച്ച് സ്മാർട്ടായിരിക്കുക. വിജയം ഒരു നേർരേഖയല്ല, അത് തിരിവുകളുടെയും മെച്ചപ്പെടുത്തലുകളുടെയും പുനഃക്രമീകരണങ്ങളുടെയും ഒരു പരമ്പരയാണ്. വിജയിക്കുന്നവർ തങ്ങൾ ഇപ്പോഴും ട്രാക്കിലാണെന്ന് ഉറപ്പാക്കാൻ ഇടയ്ക്കിടെ നിർത്തുന്നവരാണ്. അവർ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ സമ്മതിക്കാൻ ഭയപ്പെടുന്നില്ല. മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് അഹങ്കാരമില്ല. അവർക്ക് സുഖത്തേക്കാൾ ഫലങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് അവർ മറ്റാരേക്കാളും വേഗത്തിലും ശക്തമായും കൂടുതൽ ശ്രദ്ധയോടെയും വളരുന്നു. ഈ 30 ദിവസത്തെ പദ്ധതി അന്ധമായ തിരക്കിനെക്കുറിച്ചല്ല, അത് ലക്ഷ്യബോധമുള്ള പുരോഗതിയെക്കുറിച്ചാണ്. ലക്ഷ്യബോധമുള്ള പുരോഗതി എന്നാൽ നിങ്ങളുടെ ദിശ പരിശോധിക്കുക, നിങ്ങളുടെ വേഗത അളക്കുക, ആവശ്യമുള്ളത്ര തവണ നിങ്ങളുടെ ഗതി ക്രമീകരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ മൂർച്ചയുള്ളവനായി തുടരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നുമുതൽ ഇത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഓരോ ദിവസവും ഒരു ലളിതമായ അവലോകനത്തോടെ അവസാനിപ്പിക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചിന്തിക്കുക. ആവശ്യമുള്ളത് ക്രമീകരിക്കുക. എന്നിട്ട് അടുത്ത ദിവസം കുറച്ചുകൂടി വിവേകത്തോടെ, കുറച്ചുകൂടി ശക്തമായി, കൂടുതൽ ശ്രദ്ധയോടെ ഉണരുക. പരിവർത്തനമെല്ലാം തികഞ്ഞതാക്കുന്നതിനെക്കുറിച്ചല്ല, അത് വേഗത്തിൽ പഠിക്കുകയും നിരന്തരം പൊരുത്തപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ എത്ര വേഗത്തിൽ പഠിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ വളരുന്നു. അതുകൊണ്ട് ട്രാക്ക് ചെയ്യുക, പ്രതിഫലിക്കുക, ക്രമീകരിക്കുക. ദിവസവും അത് ചെയ്യുക. നിങ്ങളുടെ അടുത്ത 30 ദിവസങ്ങൾ എത്ര ശക്തമാകുമെന്ന് കാണുക. 11. നിങ്ങളുടെ ആന്തരിക വൃത്തം സൃഷ്ടിക്കുക. ആരും ഒറ്റയ്ക്ക് മാറുന്നില്ല. നിങ്ങൾ വ്യക്തിപരമായ അച്ചടക്കത്തോടെ നിങ്ങളുടെ പാതയിൽ നടക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ മുന്നോട്ട് തള്ളുകയോ പിന്നോട്ട് വലിക്കുകയോ ചെയ്യും. നിങ്ങളുടെ ചുറ്റുപാട് പ്രധാനമാണ്. 30 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ആന്തരിക വൃത്തത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. നിങ്ങളുടെ ചെവിയിൽ ആരാണ്? നിങ്ങളുടെ സ്ഥലത്ത് ആരാണ്? നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ ചിന്താഗതിയെ, നിങ്ങളുടെ ഊർജ്ജത്തെ ആരാണ് സ്വാധീനിക്കുന്നത്? ഇതാണ് സത്യം. നിങ്ങളുടെ വിജയം നിങ്ങൾ കൂട്ടുചേരുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു. പരാതി പറയുന്നവരും മടിയന്മാരും പരദൂഷണം പറയുന്നവരും ഓരോ അവസരത്തെയും സംശയിക്കുന്നവരുമായ ആളുകളാൽ നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ഊർജ്ജം നിങ്ങളിലേക്കും പകരും. ആദ്യം നിങ്ങളത് ശ്രദ്ധിക്കില്ല, പക്ഷെ സാവധാനം അത് നിങ്ങളുടെ തീ കെടുത്തും. അത് നിങ്ങളുടെ കാഴ്ചയെ മങ്ങിക്കും. അത് മടിയെ സാധാരണമായി തോന്നിപ്പിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടും. നിങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചത് പുറത്തെടുക്കുന്ന ആളുകളെ നിങ്ങൾക്കാവശ്യമാണ്. ഉയരാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകൾ. നിങ്ങൾ ഒതുങ്ങിപ്പോകാൻ അനുവദിക്കാത്ത ആളുകൾ. അവർ ശാരീരികമായി നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കണമെന്നില്ല. വാസ്തവത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ശക്തമായ വൃത്തം പുസ്തകങ്ങളിലും പോഡ്കാസ്റ്റുകളിലും വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഉപദേഷ്ടാക്കളിലുമായിരിക്കും. സംശയമല്ല, ജീവിതം സംസാരിക്കുന്ന ശബ്ദങ്ങളാൽ നിങ്ങളെ ചുറ്റിപ്പറ്റുക. നിങ്ങളുടെ ചിന്തകളെ വലിച്ചുനീട്ടുന്ന ആശയങ്ങളാൽ, നിങ്ങളുടെ ഊർജ്ജം ചോർത്താതെ നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന ഊർജ്ജത്താൽ. ഇത് മറക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആന്തരിക വൃത്തത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട വ്യക്തി നിങ്ങളുടെ പഴയ സ്വയമായിരിക്കും. ഒഴികഴിവുകൾ പറഞ്ഞ, എളുപ്പത്തിൽ ഉപേക്ഷിച്ച, സ്വയം നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച ആ വ്യക്തിക്ക് അടുത്ത 30 ദിവസത്തെ നയിക്കാൻ കഴിയില്ല. നിങ്ങൾ നവീകരിക്കപ്പെട്ടു. നിങ്ങൾ പ്രതിജ്ഞാബദ്ധനായി. നിങ്ങളുടെ വൃത്തം അത് പ്രതിഫലിക്കണം. ഇടം നൽകാൻ ഭയക്കരുത്. നിങ്ങളുടെ സമയത്തിലേക്കോ ഊർജ്ജത്തിലേക്കോ ലക്ഷ്യങ്ങളിലേക്കോ ആർക്കും പ്രവേശനം നൽകേണ്ടതില്ല, അവർ നിങ്ങളെ വളർത്തുന്നില്ലെങ്കിൽ. ആളുകളെ ക്രൂരമായി ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല ഇത്, അതിരുകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ സമാധാനത്തെയും ലക്ഷ്യത്തെയും പുരോഗതിയെയും സംരക്ഷിക്കുന്ന അതിരുകൾ. നിങ്ങൾ ആ അതിരുകൾ വയ്ക്കുമ്പോൾ ലോകത്തോടും നിങ്ങളോടും നിങ്ങൾ ഒരു സന്ദേശം നൽകുന്നു: നിങ്ങളുടെ പരിവർത്തനത്തെ നിങ്ങൾ ഗൗരവമായി കാണുന്നു എന്ന്. ഇപ്പോൾ നേരെ വിപരീതം സങ്കൽപ്പിക്കുക. വലിയ ചിന്തകളുള്ള, ധീരമായി ജീവിക്കുന്ന, ശ്രദ്ധയോടെ നീങ്ങുന്ന ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവനാക്കുന്ന, നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവേശം നൽകുന്ന, മാതൃകയായി നയിക്കുന്ന ആളുകൾ. അത്തരമൊരു ചുറ്റുപാടെല്ലാം മാറ്റുന്നു. അത് നിങ്ങളെ ഉയർത്തുന്നു. അത് നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. അത് നിങ്ങളുടെ പരിവർത്തനത്തെ വേഗത്തിലാക്കുന്നു.
അതുകൊണ്ട് നിങ്ങളുടെ വൃത്തത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങൾ ആരെയാണ് കേൾക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ആരുമായി സമയം ചെലവഴിക്കണമെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മേശപ്പുറത്ത് ആർക്കാണ് ഇരിക്കാൻ കഴിയേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ തീയെ പോഷിപ്പിക്കുകയോ കെടുത്തുകയോ ചെയ്യും. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഭാവിയുമായി പൊരുത്തപ്പെടുന്ന ഒരു വൃത്തം നിർമ്മിക്കുക. ലക്ഷ്യബോധമുള്ളവനായിരിക്കുക. ധീരനാകുക. നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്തവനായിരിക്കുക. വിജയികളോടൊപ്പം ചേരുക. നിങ്ങൾ അവരെപ്പോലെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. അങ്ങനെയാണ് പാരമ്പര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. അങ്ങനെയാണ് പുതിയ ജീവിതങ്ങൾ ജനിക്കുന്നത്. ശരിയായ വൃത്തത്തിലൂടെയും ശരിയായ ചിന്താഗതിയിലൂടെയും. 12. ശക്തമായി പൂർത്തിയാക്കുക. വിട്ടുകൊടുക്കരുത്. മിക്ക ആളുകളും വേഗത കുറയ്ക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. അവർ ഊർജ്ജവും ആവേശവും നിറഞ്ഞ് ശക്തമായി തുടങ്ങുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ മടിയന്മാരാകാൻ തുടങ്ങുന്നു. അവർക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നു. അവർ ജാഗ്രത കുറയ്ക്കുന്നു. പക്ഷേ നിങ്ങളുടെ 30 ദിവസത്തെ പരിവർത്തനത്തിന്റെ അവസാന ഘട്ടങ്ങൾ, അവസാന കുറച്ച് ദിവസങ്ങൾ, അവിടെയാണ് യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് വേർപിരിയുന്നത്. കാരണം മറ്റുള്ളവർ വേഗത കുറയ്ക്കുമ്പോൾ നിങ്ങൾ നേരെ വിപരീതം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ തുടങ്ങിയതിനേക്കാൾ ശക്തമായി പൂർത്തിയാക്കാൻ പോകുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്നത് അടുത്തത് എന്ത് സംഭവിക്കുന്നു എന്ന് രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ഈ യാത്ര പൂർണ്ണ പ്രയത്നത്തോടെ, പൂർണ്ണ ശ്രദ്ധയോടെ, പൂർണ്ണ പ്രതിബദ്ധതയോടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതേ ഊർജ്ജം നിങ്ങൾ അടുത്ത മാസത്തിലേക്കും അടുത്തതിലേക്കും കൊണ്ടുപോകും. പക്ഷേ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ മങ്ങുകയാണെങ്കിൽ സ്ഥിരതയ്ക്ക് പ്രാധാന്യമില്ലെന്ന് നിങ്ങൾ സ്വയം ഒരു സന്ദേശം നൽകുന്നു. നിങ്ങളിപ്പോൾ ആ വ്യക്തിയല്ല. അവസാന കുറച്ച് ദിവസങ്ങൾ വെറും നിലനിർത്തുന്നതിനെക്കുറിച്ചല്ല, അവ ഉയർത്തുന്നതിനെക്കുറിച്ചാണ്. എല്ലാം മുറുക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ വ്യായാമങ്ങളിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ ദിനചര്യയിൽ കൂടുതൽ മൂർച്ച പുലർത്തുക. കൂടുതൽ ലക്ഷ്യബോധത്തോടെ സംസാരിക്കുക. കൂടുതൽ വ്യക്തതയോടെ ചിന്തിക്കുക. നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തിയായി സംരക്ഷിക്കുക. കാരണം അതങ്ങനെയാണ്. ഇവിടെയാണ് നിങ്ങളുടെ പുതിയ വ്യക്തിത്വം ഉറപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ പുനഃക്രമീകരിക്കുകയും നിങ്ങളുടെ ചുറ്റുപാടിനെ മാറ്റിയെടുക്കുകയും അച്ചടക്കം ഇഷ്ടികയാൽ കെട്ടിപ്പടുക്കുകയും ചെയ്യുകയായിരുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലി ഒരു പുതിയ അടിത്തറ കെട്ടിപ്പടുത്തു. പക്ഷേ നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്നത് അതിനെ ഉറപ്പിക്കുന്നു. ഈ യാത്ര തുടങ്ങിയ അതേ വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഉയർന്ന പതിപ്പിലേക്ക് കടന്നുചെന്നു. ഇപ്പോൾ നിങ്ങൾ അത് കൂടുതൽ തീവ്രതയോടെ മുന്നോട്ട് വന്നുകൊണ്ട് തെളിയിക്കണം. കലണ്ടറിലേക്ക് നോക്കി ഞാൻ ഏകദേശം പൂർത്തിയാക്കി എന്ന് പറയരുത്. കണ്ണാടിയിൽ നോക്കി ഞാനിപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് പറയുക. ഈ ഊർജ്ജം നിങ്ങളുടെ ജീവിതശൈലിയാകട്ടെ. ഈ ആഴ്ചകളിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത ശീലങ്ങൾ നിങ്ങളുടെ പുതിയ സാധാരണ നിലയാകട്ടെ. ഇതൊരു ക്ഷീണത്തിലേക്കുള്ള ഓട്ടമല്ല, ഇതൊരു ഉയർച്ചയിലേക്കുള്ള ഓട്ടമാണ്. നിങ്ങൾ ഒരു നിലവാരം നിശ്ചയിക്കുകയാണ്. ഒരു മാസത്തേക്കല്ല, ഇവിടെ നിന്ന് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിനാണ്. അതെ, ഇത് എളുപ്പമാക്കാൻ പ്രലോഭനമുണ്ടാകും. നേരത്തെ ആഘോഷിക്കാൻ, കുറച്ചൊന്ന് വിശ്രമിക്കാൻ. പക്ഷേ ഓർക്കുക, നിങ്ങൾ ശക്തമായി പൂർത്തിയാക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ ഗൗരവത്തിലാണെന്ന് കൂടുതൽ തെളിവുകൾ നിങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ആ തെളിവ് ആത്മവിശ്വാസമായി മാറുന്നു. ആ ആത്മവിശ്വാസം വിശ്വാസമായി മാറുന്നു. വിശ്വാസം 30 ദിവസത്തിനപ്പുറവും തുടരുന്ന പ്രവൃത്തിയായി മാറുന്നു. അതുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുക്കുക. ഉറപ്പിക്കുക, ഇതാണ് നിങ്ങളുടെ നിമിഷം. പ്രതിരോധത്തിലൂടെ മുന്നോട്ടു പോകുക. 1-ാം ദിവസം സ്വയം നൽകിയ പ്രതിബദ്ധതയെ മാനിക്കുക. ശക്തിയോടെ, ലക്ഷ്യത്തോടെ, അഭിമാനത്തോടെ ഈ യാത്ര പൂർത്തിയാക്കുക. കാരണം നിങ്ങൾ ശക്തമായി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളൊരു വെല്ലുവിളി പൂർത്തിയാക്കുക മാത്രമല്ല, ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അച്ചടക്കം ഒരു ജോലിയല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്. വിജയം ഒരു സ്വപ്നമല്ല, ഒരു പാറ്റേണാണ്. ഊർജ്ജം താൽക്കാലികമല്ല, സ്ഥിരമാണ്. അതുകൊണ്ട് ഇപ്പോൾ വേഗത കുറയ്ക്കരുത്, ഇരട്ടിപ്പിക്കുക. ശക്തമായി പൂർത്തിയാക്കുക. ഇത് വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു എന്ന് സ്വയം തെളിയിക്കുക. നിങ്ങളുടെ ഷെഡ്യൂൾ മാറ്റാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റാൻ രൂപകൽപ്പന ചെയ്ത ഒരു 30 ദിവസത്തെ പദ്ധതിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയത്. നിങ്ങൾ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങിപ്പോകാൻ വിസമ്മതിക്കുന്ന എന്തോ ഒന്നുണ്ട്. നിങ്ങൾ ശരാശരിക്ക് വേണ്ടിയല്ല ഇവിടെ വന്നത്. വെറും വാക്കുകൾ കേൾക്കാനല്ല നിങ്ങൾ വന്നത്. പ്രവർത്തിക്കാനും വളരാനും മാറാനും നിങ്ങൾ വന്നു. ആ പരിവർത്തനം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. നിങ്ങൾ ഘട്ടം ഘട്ടമായി അധ്യായം തോറും നിർമ്മിച്ച ശ്രദ്ധാപൂർവമായ ശ്രദ്ധയിലൂടെയും ദൈനംദിന പ്രയത്നത്തിലൂടെയുമാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ വ്യക്തമാക്കാം, ഇത് പൂർണ്ണതയെക്കുറിച്ചായിരുന്നില്ല, ഇത് പ്രതിബദ്ധതയെക്കുറിച്ചായിരുന്നു. കഠിനമായിരുന്നപ്പോഴും മുന്നോട്ട് വരുന്നതിനെക്കുറിച്ചായിരുന്നു. ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോഴും മുന്നോട്ട് തള്ളുന്നതിനെക്കുറിച്ചായിരുന്നു. എല്ലാറ്റിനുമുപരിയായി നിങ്ങൾക്ക് വളർച്ചയെ സുഖത്തെക്കാളും അച്ചടക്കത്തെ ശ്രദ്ധ തെറ്റിക്കുന്നതിനേക്കാളും കാഴ്ചപ്പാടിനെ ഒഴികഴിവുകളെക്കാളും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് സ്വയം തെളിയിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. നിങ്ങൾ ഈ പദ്ധതി നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ഇതിനകം മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ ഊർജ്ജം വ്യത്യസ്തമാണ്. നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ സമയത്തെയും ശീലങ്ങളെയും ഭാവിയെയും നിങ്ങൾ മൂർച്ചയുള്ള ഒരു ലെൻസിലൂടെ കാണുന്നു. അതൊരു താൽക്കാലിക കാര്യമല്ല,
അത് സത്യത്തിലും പ്രയത്നത്തിലും ലക്ഷ്യത്തിലും കെട്ടിപ്പടുത്ത ഒരു പുതിയ വ്യക്തിത്വമാണ്. പക്ഷേ ഇതാണ് പ്രധാനം, ഇത് 30-ാം ദിവസം അവസാനിക്കുന്നില്ല. ഇതൊരു ഫിനിഷിംഗ് ലൈനല്ല, ഇതൊരു ലോഞ്ച് പാഡാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവെന്താണെന്നറിയാം. നിങ്ങൾക്ക് രൂപരേഖയുണ്ട്, നിങ്ങൾക്ക് തെളിവുണ്ട്. ബാക്കിയുള്ള ഒരേയൊരു ചോദ്യം നിങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതാണ്. നിങ്ങൾ കെട്ടിപ്പടുത്ത ശീലങ്ങൾ, നിങ്ങൾ മൂർച്ച കൂട്ടിയ ചിന്താഗതി, നിങ്ങൾ സംരക്ഷിച്ച ഊർജം, അവ താൽക്കാലിക ഉപകരണങ്ങളല്ല, അവ ആജീവനാന്ത ആയുധങ്ങളാണ്. അവ ഉപയോഗിക്കുക, സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക. ഏറ്റവും പ്രധാനമായി, ഇത് നിങ്ങൾ പൂർത്തിയാക്കിയ മറ്റൊരു വെല്ലുവിളിയായി മാത്രം മാറാൻ അനുവദിക്കരുത്. ഇത് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും പുനർനിർവചിച്ച നിമിഷമാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ അധ്യായം അടയ്ക്കുമ്പോൾ ഓർക്കുക, ഊർജ്ജം ഒരു സമ്മാനമാണ്, പക്ഷേ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് നിലനിൽക്കൂ. പ്രചോദനത്തിന്റെ അടുത്ത തരംഗത്തിനായി കാത്തിരിക്കരുത്, നിങ്ങളുടെ സ്വന്തം തരംഗം സൃഷ്ടിക്കുക. കുറുക്കുവഴികൾ തേടരുത്, പാതയിൽ തുടരുക. നിങ്ങളുടെ പുരോഗതിയെ ആരെങ്കിലും അംഗീകരിക്കുന്നതിനായി കാത്തിരിക്കരുത്, നിങ്ങളത് നേടി. ഈ 30 ദിവസത്തെ വിജയപദ്ധതി ലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നില്ല, അത് ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ചായിരുന്നു. നിങ്ങളൊരു തീ കത്തിച്ചു, ഇപ്പോൾ അത് കെടാതെ സൂക്ഷിക്കുക. ഉയർന്നുകൊണ്ടേയിരിക്കുക, മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുക. കാര്യങ്ങൾ വീണ്ടും കഠിനമാകുമ്പോൾ അവ അങ്ങനെയാകും. ഈ തത്വങ്ങളിലേക്ക് തിരികെ പോകുക, വീണ്ടും പ്രതിജ്ഞാബദ്ധനാകുക, വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും തുടങ്ങുക, പക്ഷെ ഒരിക്കലും പിന്മാറരുത്. കാരണം നിങ്ങളായിത്തീരുന്ന വ്യക്തി അവർ ഉപേക്ഷിക്കുന്നില്ല, അവർ പിന്മാറുന്നില്ല, അവർ ശക്തമായി പൂർത്തിയാക്കുന്നു, എന്നിട്ടവർ കയറിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത തലം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ തയ്യാറാണ്, പോയി നേടുക.